ഹായ്, നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ നാവത്ത്. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ഒരു അപ്ഡേഷനും കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ സേവ് ആപ്പ് രജിസ്ട്രേഷൻ വിത്ത് ലിങ്ക് ഷെയറിങ്, അതിനു പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജിമെയിൽ എവിടെ നിന്ന് കിട്ടും, ജിമെയിൽ എങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം, റീചാർജ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ വിശദമായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളത് നോക്കുക. നമ്മുടെ ഇന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് MySaving.in എന്ന സൈറ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. ആ സൈറ്റിലൂടെയാണ് നമ്മുടെ സേവ് ആപ്പ് ബിസിനസ് നമ്മുടെ മനസ്സിലാക്കാനും കാണാനും അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാനും പറ്റുന്ന എല്ലാം നമ്മുടെ ഈ ഒരു സൈറ്റിൽ ഉണ്ടാവും. നിങ്ങളൊരു രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് നമ്മളിതിലേക്ക് എൻട്രി ആവുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ പേജിൽ നമ്മുടെ പാസ്വേഡും മൊബൈൽ നമ്പറും കൊടുക്കാം. ഓൾറെഡി ഞാനിതിവിടെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സേവ് ചെയ്ത ആ ഒരു മൊബൈൽ നമ്പർ പാസ്വേഡ് ഉപയോഗിച്ചാണ് ഞാനിതിലേക്ക് ലോഗിൻ ചെയ്തത്. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഡാഷ്ബോർഡ്, നമ്മുടെ ഹോം പേജിൽ ഡാഷ്ബോർഡ് കാണും. ആ ഡാഷ്ബോർഡ് ചുവന്ന ആ ഡാഷ്ബോർഡിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ബിസിനസ് സൈറ്റ് ഇവിടെ ഓപ്പൺ ആവും. മാച്ചിങ് എമൗണ്ട്, മാച്ചിങ്, നോ മാച്ചിങ്, സ്റ്റാർ ക്ലബ് മെമ്പർ ആണോ, ടോട്ടൽ എത്ര മാച്ച് ചെയ്തു, ക്യാരി ഫോർവേഡ് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ എന്തൊക്കെ വിൻ ചെയ്തു, നിങ്ങൾ ഗോൾഡ് ക്ലബ്ബിൽ അംഗമാണോ, അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് വിശദമായിട്ട് കാണും. ഇവിടെ മൈ പർച്ചേസ് വാലറ്റിൻ്റെ ആ ഒരു കണ്ണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലഭിച്ച പർച്ചേസിങ് പോയിൻ്റ് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ താഴത്ത് തന്നെ നിങ്ങൾക്ക് നമ്മുടെ റീചാർജ് വരുമാനം എന്താണ്, എത്രയാണെന്നുള്ളതും ആ ഫസ്റ്റ് ലഭിച്ച 99 രൂപയും പിന്നീട് റീചാർജ് ചെയ്യുമ്പോൾ ലഭിച്ചതും ഒക്കെ ടോട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 250 രൂപയാകുമ്പോൾ ഇവിടെ വിഡ്രോവൽ എമൗണ്ട് സബ്മിറ്റ് കൊടുത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇനി താഴോട്ട് ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള ഒരു കോളം കാണുന്നുണ്ടാവും. അത് നമുക്ക് മുന്നേ ലഭിച്ചിരുന്ന ഒരു അച്ചീവ്മെൻ്റാണ്. അവിടെ ഇപ്പോൾ CCMന് 10% ആണെങ്കിൽ അവിടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വന്നവർക്ക് 3% ഓരോ 3 മാസം കൂടുമ്പോൾ ലഭിക്കും എന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു. ഇപ്പോൾ CCMന് 10% ആണ്. ടേൺ ഓവറിൽ ഇയർലിയാണ്. അവിടെ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർമാർക്ക് അവിടെ ഡേറ്റ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ലഭിക്കുന്നത് 3 മാസം കൂടുമ്പോൾ 3% ആണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഷെയർ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഷെയർ ലിങ്ക് എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. വാട്സപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ഓൺ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അങ്ങനെ അവിടെ നമ്മൾ അയച്ചു കൊടുക്കുന്നു. അവർക്ക് അവിടെ നിന്ന് അവരുടെ ലിങ്കിൽ അവിടെ കിട്ടുന്നു. അവരോട് ഒരു വോയിസ് മെസ്സേജ് ഇട്ട് നമ്മുടെ ലിങ്ക് സേവ് ആപ്പിൻ്റെത് അയച്ചിട്ടുണ്ട്, നിങ്ങളത് കയറി രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ ആ ലിങ്കിലേക്ക് ടച്ച് ചെയ്താൽ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്കുള്ള ആ ഫോം അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഫോമിൽ ഫുൾ നെയിം ഇന്ത്യയാണ് അവിടെ കാണിക്കുന്നത്, സ്റ്റേറ്റ്, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, യൂസർ നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP ഇമെയിലിൽ നിന്ന് എടുത്ത് നിങ്ങളവിടെ OTPയുടെ സ്ഥാനത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കാണാം. ഇമെയിലിൽ നിന്ന് OTP എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാനൊന്ന് വ്യക്തമാക്കി തരാം. നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യാം. എല്ലാ വ്യക്തികൾക്കും അറിയില്ല. നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള കാണിക്കും. അവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് കാണാൻ സാധിക്കും, വ്യക്തമായിട്ട് അവിടെ കാണും.
അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇമെയിൽ ID അത്യാവശ്യമാണ്. ഇതുപോലെ മിനിമൈസ് ചെയ്യാൻ നിങ്ങൾ താഴെ നമ്മുടെ മൊബൈലിൽ ഒരു ബോക്സും റൗണ്ട് ഒരു എയറോ പോലെ ചിത്രം കാണും. അപ്പോൾ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്ത കാര്യങ്ങൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണാം. നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ സെൻട്രലുള്ള ബട്ടൺസ് താഴത്തുള്ളത് അടിച്ചാൽ മതി. പിന്നീട് നിങ്ങൾക്ക് രണ്ടാമത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ബോക്സ് അടിയിലുള്ള ബോക്സിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിനിമൈസ് ആയ ഭാഗങ്ങൾ രണ്ടാമത് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ് സൈറ്റിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. അത് ലോഗ് ഔട്ടായിപ്പോയി. അപ്പോൾ ലോഗിൻ ചെയ്യേണ്ട മൈ പേഴ്സണൽ ആപ്പിൻ്റെ ലോഗിൻ ഭാഗം കാണാം. ഈ ലോഗിൻ ഭാഗത്ത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യാം. ഇത് യു ആർ നോട്ട് ആക്ടിവേറ്റഡ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാതെ ഒരു ഫ്രീ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു മെസ്സേജ് കാണാൻ പറ്റും. പിന്നീട് നിങ്ങൾ ഡാഷ്ബോർഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡ് അവിടെ ഓപ്പൺ ആവും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള അവസരം ലഭിക്കും. സേവ് ഓഫ് കാർഡ് ലിങ്ക് ഉണ്ട്, യുവർ വെബ് കാർഡ് ഉണ്ട്. ഈ വെബ് കാർഡ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. അത് മാത്രമല്ല ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ടെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു 3 വരിയിൽ കാണുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. എഡിറ്റ് പ്രൊഫൈലുണ്ട്, സെറ്റ് പൊസിഷൻ ഉണ്ട്, നിങ്ങൾക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അതിലേക്ക്. അതുപോലെ മൈ ID കാർഡ് നിങ്ങൾക്ക് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ID കാർഡ് അവിടെ ഓപ്പൺ ആവും. ID കാർഡിൽ നിങ്ങൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമറുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് കൃത്യമായിട്ട് കഴുത്തിലിട്ടിട്ട് കൊണ്ട് പോകാൻ പറ്റും. ഇനി അടുത്തത് നമ്മളൊരാളെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൈ ബിസിനസ്സിൽ പോയാൽ മേക്ക് മെമ്പറിൽ അവിടെ അവരുണ്ടാവും. അവിടെ നിന്ന് അവരെ നിങ്ങൾ ട്രീയിലോട്ട് പോസ്റ്റ് ചെയ്യണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് അതല്ലാതെ തന്നെ മൈ ബിസിനസ്സിലൂടെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. ന്യൂ രജിസ്ട്രേഷൻ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മൊബൈൽ നമ്പറും പേരും ഒക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ കയറി ഇത് ഡൗൺലോഡ് ചെയ്ത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം പൂരിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ട്രയലായിട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റിപ്പോർട്ടിൽ പോകാം, പേയ്മെൻറ്റ്സിൽ പോകാം. നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഡാഷ്ബോർഡിലെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ എല്ലാം ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഒന്നും വേണ്ടാത്ത ആവശ്യങ്ങൾക്ക് ഒന്നും അങ്ങനത്തെ ഓപ്പൺ ചെയ്ത് നോക്കി അതേപോലെ തന്നെ ബാക്ക് പോയാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിക്കാനുള്ള അവസരം കമ്പനി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കൂടെ എത്ര ആൾ കടന്നു വരുന്നു അതൊക്കെ നിങ്ങൾക്ക് മൈ ബിസിനസ്സിൽ ജീനോളജിയിൽ പോയാൽ കാണാൻ പറ്റും. ഇതുപോലെ ജീനോളജിയിൽ കാണാൻ സാധിക്കും. മൈ ഡയറക്റ്റ് എത്ര വ്യക്തികളുണ്ട്, അത് നിങ്ങൾക്ക് ലെഫ്റ്റ് എത്ര റൈറ്റ് എത്ര എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും.
അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് നോക്കി ദിവസം ഒരു 2 പ്രാവശ്യമെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ബിസിനസ് പഠിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടും നല്ല രീതിയിൽ മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ല ഒരു വിഷസ്. ഓക്കെ, താങ്ക് യു.